കഴിഞ്ഞ വള്ളംകളിയൊക്കെ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ? അതിൽ ഈ ഓളങ്ങളെ ഇളക്കി മറിക്കുന്ന വഞ്ചിപ്പാട്ടുണ്ടല്ലോ, അത് സത്യത്തിൽ വള്ളംകളിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടേ അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിൻ്റെ പുറകിൽ വേറൊരു കഥയുണ്ട്. പണ്ട് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം അമ്പലത്തിലെ അഷ്ടമി ദർശനമൊക്കെ കഴിഞ്ഞ് രാജകീയ വഞ്ചിയിൽ തിരിച്ച് മടങ്ങുകയായിരുന്നു. അന്ന് കടുത്ത പട്ടിണിയിലായിരുന്ന രാമപുരത്ത് വാര്യർ എന്നൊരു കവി എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്ന പ്രതീക്ഷയിൽ രാജാവിൻ്റെ വഞ്ചിയിൽ എങ്ങനെയൊക്കെയോ കയറിപ്പറ്റി. യാത്രയിലെ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വാര്യർ അപ്പം തന്നെ ഒരു പാട്ടുണ്ടാക്കിയിട്ട് രാജാവിൻ്റെ മുമ്പിൽ ചൊല്ലി. അതാണ് നമ്മുടെ കുചേല വൃത്തം വഞ്ചിപ്പാട്ട്. ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്ന കുചേലന്റെ കഥയിലൂടെ വാര്യര് രാജാവിന്റെ മുമ്പിൽ സ്വന്തം ദാരിദ്ര്യമാണ് പറഞ്ഞത്. ഇതിലെന്താ രസം എന്ന് വെച്ചാൽ അന്ന് കാലത്ത് പെണ്ണുങ്ങളൊക്കെ ഈ ഉരലില് നെല്ല് കുത്തുമ്പോ പാടുന്ന ഒരു നാടൻ കുത്തുപാട്ടുണ്ട്, നയമ്പടി താളത്തിൽ. ആ താളം തന്നെയാണ് വാര്യർ ഈ പാട്ടിനും ഉപയോഗിച്ചത്. നെല്ല് കുത്തുമ്പോഴുള്ള കൈകളുടെ ആക്കവും വള്ളം തുഴയുമ്പോൾ തുഴക്കാരുടെ ആക്കവും ഒരേ ഋതമായതുകൊണ്ട് അത്രത്. വീടുകളിലെ ആ നാടൻ തൊഴിൽപ്പാട്ടാണ് പിന്നീട് വള്ളം കളിയുടെ ഏറ്റവും വലിയ ആവേശമായിട്ട് മാറിയത്. പാട്ട് കേട്ട് സന്തോഷിച്ച രാജാവ് വാര്യരുടെ ദാരിദ്ര്യമൊക്കെ മാറ്റി വലിയ സമ്മാനങ്ങളും ആദരവും ഒക്കെ കൊടുത്തു. ഈ കഥ നിങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നോ? ഒന്ന് കമന്റിൽ പറയണേ.